ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് നൈറ്റ് റുട്ടീൻസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത ദിവസം വളരെയധികം പോസിറ്റീവും എനർജറ്റിക്കും വളരെയധികം സമാധാനപൂർവ്വമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ നൈറ്റ് റുട്ടീൻസാണ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റായിട്ട് രാത്രി 9 മണിക്ക് തന്നെ നിങ്ങൾ മൊബൈൽ ഫോൺസ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റ്സും മാറ്റി വയ്ക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുള്ള സമയമാണ് നൈറ്റ്. നമ്മളൊരു മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. 10, 11, 12 എന്നൊക്കെ പോകും. അപ്പം നമ്മുടെ പീസ്ഫുള്ളായിട്ടുള്ള സ്ലീപ്പിനെ അത് ബാധിക്കും. നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും നല്ലതായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ 9 മണിക്ക് തന്നെ എല്ലാ ഗാഡ്ജറ്റ്സും മാറ്റി വയ്ക്കേണ്ടതാണ്. രണ്ടാമതായിട്ട്, നമുക്ക് ദൈവം ഒരുപാട് ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ടല്ലേ. പക്ഷെ നമ്മൾ ആൾക്കാർ എപ്പോഴും, ഞാൻ അടങ്ങുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, നമ്മൾ കൂടുതലും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, രാത്രി ഒരു 4 or 5 നമ്മുടെ ജീവിതത്തിലുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കുക. അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ അത് എഴുതുക. ഒത്തിരി ബ്ലെസ്സിങ്സ് ഉണ്ടാവുമല്ലേ. നമുക്ക് ഫാമിലി ഉണ്ടാവും, നമുക്ക് ജോലി ഉണ്ടാവും, നമുക്ക് ആരോഗ്യപരമായിട്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കും, നമുക്ക് മക്കളുടെ കാര്യത്തിൽ നല്ല സന്തോഷം ഉണ്ടാവും, വീടുണ്ടാവും. അങ്ങനെ ഒത്തിരി 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 നല്ല ബ്ലെസ്സിങ്സ് നമുക്കുണ്ടാവും. പക്ഷെ നമുക്കുള്ള ബ്ലെസ്സിങ്സിനെ നമ്മൾ ആരും ഓർക്കാറില്ല. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മളുടെ ആ ബ്ലെസ്സിങ്സിനെ ഒന്ന് ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ ഓർക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യാം. മൂന്നാമതായിട്ട്, പ്രാണായാമം. കിടക്കുന്നതിന് മുന്നേ പ്രാണായാമം, വലിയ പ്രാണായാമങ്ങളിൽ പോയില്ലെങ്കിലും ചെറിയ 1-2 ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം. നല്ലോണം ഇൻഹെയിൽ ചെയ്യാം. ഒരു 5 കൗണ്ട് വരെ ഇൻഹെയിൽ ചെയ്യാം. ഒരു 1, 2, 3, 4, 5 കൗണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം മെല്ലെ എക്സെയിൽ ചെയ്യാം. നോസിൽ കൂടെ ഇൻഹെയിൽ ചെയ്യാം, വായിൽ കൂടെ എക്സെയിൽ ചെയ്യാം. അങ്ങനെ ഒരു 3-5 സെറ്റ്സ് നമുക്ക് ചെയ്തിട്ട് കിടക്കാം. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ വേണമെങ്കിൽ ചെയ്യാം. സൈലൻറ്റ് മെഡിറ്റേഷനും ചെയ്യാം, എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഒരു ചെറിയ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്തിട്ട് കിടക്കാം. അതുപോലെ തന്നെ സെൽഫ് കെയർ. നമ്മുടെ എന്തെങ്കിലും ചെറിയ നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടാം, ബെഡ്ഷീറ്റൊക്കെ നല്ലതുപോലെ വിരിച്ച് ഒരു ചെറിയ കൈയും കാലുമൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കൊരു ചെറിയൊരു സെൽഫ് കെയർ ചെയ്യാം കിടക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിടക്കുമ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തെ ഇത് വളരെ